ഇന്ന് ഇർഫാൻ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിന് മറുപടിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇർഫാൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ബിടെക് കോഴ്സ് NITയിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇർഫാൻ്റെ കൺഫ്യൂഷൻ നമുക്കറിയാം. ഒരു ബിടെക് കോഴ്സാണ്, കേരളത്തിലാണ് NIT, അതുകൊണ്ട് ഞാൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അപ്പം നമുക്കറിയാം കേരളത്തിൽ ബിടെക് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ശരിക്കും കീം എൻട്രൻസ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. പക്ഷേ NIT കാലിക്കറ്റ് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നാം JEE എക്സാമിനേഷൻ തന്നെ എഴുതണം. JEE എക്സാം നമുക്കറിയാം 2 ഫേസ് എക്സാം ഉണ്ട്, ഫേസ് 1ഉം ഫേസ് 2ഉം. ഫേസ് എക്സാമിനേഷൻ ഇപ്പോൾ ഈ 2026 ജാനുവരിയിൽ നടക്കുകയാണ്. ഇനി അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇപ്പോൾ ജാനുവരിയിൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇനി വീണ്ടും ഒരു എക്സാമിനേഷൻ കൂടെയുണ്ട്. അതെപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ 8 വരെ. അപ്പോൾ ഇർഫാനോട് പ്രത്യേകം പറയുന്നത്, NIT കാലിക്കറ്റിലാണ് ഒരു ബിടെക് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, NIT കാലിക്കറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഒരു ബിടെക് കോഴ്സ് പഠിക്കാവുന്നതിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിലൊന്നാണ് NIT കാലിക്കറ്റ്. ഈ ക്യാമ്പസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ കീം പ്രതീക്ഷിച്ചിരിക്കരുത്. കീം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. പക്ഷേ കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന NITയിൽ, നാഷണൽ ലെവൽ ക്യാമ്പസായ NITയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ JEE എക്സാം എഴുതണം. അപ്പോൾ ഇർഫാൻ ഒരുങ്ങിക്കോളൂ. ഏപ്രിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നന്നായിട്ട് പഠിക്കുക, JEE എക്സാമിനേഷൻ വിൻ ചെയ്യുക. ഇനി ഇർഫാനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്: വെറുതെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം പോരും കേട്ടോ. നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് JEE എക്സാമിനേഷൻ. അത് വിൻ ചെയ്യണമെങ്കിൽ നല്ലപോലെ പഠിക്കുകയും വേണം. അതിനൊരു ട്രെയിനിങ് വേണമെങ്കിൽ ആൽഫയുടെ കോഴ്സുകൾക്കും ജോയിൻ ചെയ്യാം. നന്നായി പഠിച്ചു തീർത്ത് മോഡൽ എക്സാമിനേഷൻ എഴുതി നല്ല മാർക്കോടുകൂടി NITയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.